കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. രാജാതി രാജാവും കർത്താതി കർത്താവുമായവന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ നമുക്ക് മുട്ടുകുത്താം. സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലാം. സങ്കീർത്തനങ്ങളോടെ നമുക്ക് ഘോഷിക്കാം. അവിടുന്ന് മഹാദൈവവും മഹാരാജാവുമാണ്. എല്ലാ കാലത്തിലും ദൈവത്തെ ആശ്രയിപ്പാൻ, ഏത് സമയത്തും ഓടിച്ചെന്ന് അഭയം പ്രാപിപ്പാൻ നമുക്ക് നല്ലൊരു പാറയുണ്ട്. യുഗങ്ങളുടെ പാറയായ കർത്താവ്. പിളർന്ന ആ പാറയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. എൻ്റെ ജനമേ, എൻ്റെ ഉപദേശം കേൾപ്പീനെന്ന് തിരുവെഴുത്ത് പറയുന്നു. ദൈവത്തിൻ്റെ ഉപദേശം കേൾക്കാൻ, ദൈവത്തിൻ്റെ വായ്മൊഴികൾക്ക് ചെവിചായ്ക്കാൻ നമുക്ക് തയ്യാറാവണം. യഹോഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അവിടുന്ന് ഓർത്തിരിക്കുന്നു എന്നെഴുതിയിട്ടുണ്ട്. ഓർത്താൽ അടുത്ത വാക്യം അവിടുന്ന് അനുഗ്രഹിക്കും. ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ദൈവം നോഹയെ ഓർത്തില്ലേ? വഷളത്വം പ്രബലപ്പെട്ട കാലഘട്ടത്തിൽ നീതിമാനായി ജീവിച്ചിരുന്ന ആ മനുഷ്യനെ ഓർത്ത ദൈവം കൈവിട്ടോ? ദൈവം പറഞ്ഞ വാഗ്ദത്തം ഭൂമിയിൽ പ്രാവർത്തികമായപ്പോൾ നോഹയെയും തൻ്റെ കുടുംബത്തെയും ദൈവം രക്ഷിച്ചില്ലേ? ഏത് കാലഘട്ടത്തിലും വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന, വഷളത്വം പ്രബലപ്പെടുന്നതിൻ്റെ നടുവിലും ദൈവത്തിൻ്റെ നിയമത്തിനു വേണ്ടി നിൽക്കുന്ന ഭക്തന്മാരെ ദൈവം ഓർക്കും. അവരെ ഉറപ്പിക്കേണ്ടിടത്ത് ഉറപ്പിക്കും, സ്ഥിരപ്പെടുത്തേണ്ടത് സ്ഥിരപ്പെടുത്തും. നമുക്കറിയാം, ദൈവം റാഹേലിനെ ഓർത്തു. നിന്ദകളെ എടുത്തു മാറ്റി അവിടെ ഗർഭം തുറന്നു. ഹന്നയെ ദൈവം ഓർത്തില്ലേ? കരഞ്ഞ, വേദനിച്ച, സങ്കടപ്പെട്ട, അവിടെ കണ്ണുനീര് കണ്ട, ഇസ്രയേലിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പ്രസിദ്ധനായ ഒരു പ്രവാചകനെന്നല്ല, വിശ്വസ്ത പ്രവാചകനെ ദൈവം ഹന്നയ്ക്ക് കൊടുത്തില്ലേ? മാത്രമല്ല, തിരിച്ചു പിടിക്കുന്ന, പെട്ടകം തിരിച്ചു പിടിക്കുന്ന തലത്തിലേക്ക് ആ പ്രവാചകനെ ദൈവം ഒരുക്കിയെടുത്തില്ലേ? ഇസ്രയേലിൽ നിന്ന് പോയ ദൈവത്തിൻ്റെ മഹത്വം തിരിച്ചു പിടിക്കാൻ കരുത്തുള്ള ഒരു പ്രവാചകനായി ദൈവം ശമൂവേലിനെ കണ്ടത് ഹന്നയുടെ പ്രാർത്ഥന മുഖാന്തര. കരയുന്നവർക്ക് വേണ്ടി ശ്രേഷ്ഠകരമായ പടവുകൾ തുറന്നു കൊടുക്കുന്ന ദൈവം ഇന്നും നമുക്ക് വേണ്ടിയുണ്ട്. പ്രാർത്ഥന കുറയ്ക്കരുത്. മൊർദെഖായിയെ ദൈവം ഒരു സമയത്ത് ഓർത്തു. എപ്പോഴാണെന്നറിയാമോ രാജാവ് ഓർത്തത്? ഹാമാൻ ഒരുക്കിയ രാത്രിയിൽ രാജാവ് ദിനവൃത്താന്ത പുസ്തകം ഡയറിക്കുറിപ്പോൾ തിരിച്ചു നോക്കിയപ്പോൾ പണ്ട് മൊർദെഖായി ചെയ്ത ഉപകാരത്തിന് അന്നൊന്നും കൊടുത്തില്ലല്ലോ എന്ന ചിന്ത തൻ്റെ അകത്ത് വരികയും, രാജാവ് ഓർത്തപ്പോൾ തൻ്റെ ജനമായ മൊർദെഖായിക്ക് വന്ന ആ ശക്തമായ വെല്ലുവിളികളെ തിരിച്ചുവിടാൻ അത് നിമിത്തം കാരണമായി തീർന്നു എങ്കിൽ ഇന്ന് പകൽ നമ്മെ ഓർക്കുന്നൊരു ദൈവമുണ്ട്. നീ ചെയ്തതും, നീ പ്രാർത്ഥിച്ചതും, നീ ആരാധിച്ചതും, നീ കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി നിന്നതും സഹിച്ചതും എല്ലാം ഞാൻ അറിയുന്നുവെന്ന് വെളിപ്പാട് പുസ്തകം പറഞ്ഞു. നീ സഹിച്ചതും നിന്നതും ഓടിയതും എല്ലാം അറിയുന്ന ഒരു ദൈവം നിങ്ങളെ ഓർക്കും. നിങ്ങളുടെ തലമുറകളെ ഓർക്കും. ഓർത്താൽ അവിടുത്തെ കടാക്ഷങ്ങൾ, ഫേവറുകൾ
നമ്മുടെ മേൽ വെളിപ്പെട്ട് വരും എന്നുള്ളതിന് സംശയമില്ല. ഇന്ന് പകൽപ്പറ കർത്താവേ, ഞങ്ങളെ അങ്ങ് ഓർക്കുന്ന ദൈവമാണ്, ഞങ്ങളെ കാണുന്ന ദൈവമാണ്, ഞങ്ങളെ അങ്ങ് സഹായിക്കുന്ന ദൈവമാണ്. 66 സങ്കീർത്തനം 12 വാക്യം സുപരിതമാണ്. നീ മനുഷ്യരെ ഞങ്ങളുടെ തലയിൽ കയറി ഓടിക്കുമാറാക്കി, ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടെ കടക്കേണ്ടി വന്നു. എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. വരുമെന്നുമല്ല, ചെയ്തിരിക്കുന്നു. ദാവീദിൻ്റെ സങ്കീർത്തനമാണ്. സർവ്വഭൂമിയുമായുള്ളവയെ ദൈവത്തെ ഘോഷിക്കണം, അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കണം. വന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നോക്കാൻ പറഞ്ഞിട്ട് പറയുന്ന ഭാഗമാണ്. ഒത്തിരി ശോധനകളിലൂടെ കടന്നുപോയ ഒരു മനുഷ്യൻ തൻ്റെ പ്രാർത്ഥന, ദൈവമേ നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു, വെള്ളി ഊതിക്കഴിക്കുന്നത് പോലെ ഞങ്ങളെ ശോധന കഴിച്ചിരിക്കുന്നു, അല്ല ഞങ്ങളെ ഊതിക്കഴിച്ചിരിക്കുന്നു. വലയിലകപ്പെടുത്തി മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ മുതുകത്ത് വലിയ ഭാരം വെച്ചു, നേരെ നിൽക്കുവാൻ കഴിയാതെ, മൂവ് ചെയ്യുവാൻ കഴിയാതെ ഒത്തിരി ഭാരങ്ങൾ, സങ്കടങ്ങൾ ജീവിതത്തിൽ വന്ന സമയം അടുത്തതാണ്. നീ ഞങ്ങളുടെ തലമേൽ മനുഷ്യരെ കയറി ഓടിക്കുമാറാക്കി. എല്ലാവരും ദാവീദിനെതിരെ തിരിഞ്ഞു. അകത്തും പുറത്തും ഒരുപോലെ മനുഷ്യരുടെ ആക്രമണങ്ങൾ, ഇൻസൾട്ട് ചെയ്യുന്ന, നിന്ദിക്കുന്ന, ആക്ഷേപിക്കുന്ന ഒരു സമൂഹം തീയിലും വെള്ളത്തിലൂടെ കടക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് യെശയ്യാപ്രവചനം 43 അധ്യായം 2 വാക്യം, നീ തീയിലൂടെ കടക്കും, വെള്ളത്തിലൂടെ കടക്കും, പക്ഷേ അഗ്നിജാലം നിന്നെ ദഹിപ്പിക്കുകയില്ല, വെള്ളം അല്ലെങ്കിൽ നദി നിന്നെ മുക്കിക്കളയുകയില്ല. നിന്റെ ദൈവമായ യഹോവ നിന്റെ കൂടെയുണ്ട്. ഇവിടെ പറയുന്നു തീയിലും വെള്ളത്തിലൂടെ കടക്കേണ്ടി വന്നു. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പകൽ വിളിച്ചു പറയട്ടെ, കഠിനമായ ശോധനകളും നിലനിൽപ്പ് അപകടത്തിലാക്കുന്ന രീതിയിൽ ഒഴുക്കിക്കളയുന്ന പ്രതികൂലങ്ങളും യോർദാൻ്റെ കുത്തൊഴുക്കുകളും വന്നാൽ ഭയപ്പെടരുത്. അതുകൊണ്ട് ആ വാക്യം അവിടെ തീർന്നില്ല. അടുത്തത് എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിൽ, ആത്മാവിൻ്റെ ഒരു സമൃദ്ധി, കരുത്ത ദൈവകൃപ, എല്ലാ മേഖലകളിലും സമൃദ്ധിയുടെ അനുഭവം, ശക്തിയുടെ അനുഭവം, ബലത്തിൻ്റെ അനുഭവം തരാനാണ് ഈ ശോധന. വെള്ളി പോലെ ഊതിക്കഴിച്ചത്, പരിശോധിച്ചത്, വലയിലകപ്പെടുത്തിയ സമയങ്ങൾ, ചലിക്കാൻ പറ്റാത്ത സമയങ്ങൾ, ഒതുക്കപ്പെട്ടതുപോലെ ആയിരുന്ന വർഷങ്ങൾ, ഇതൊക്കെ എന്താണെന്നറിയാമോ യോസഫേ? അത് ഇപ്പുറത്ത് ഒരു വലിയ സമൃദ്ധിയിലേക്ക് ദൈവത്തിന് തൻ്റെ ജനത്തെ കൊണ്ടുവരാനാണ്, ആത്മാവിൽ സമ്പന്നരാക്കാനാണ്, കൃപയുടെ അനേക അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ ചൊരിയാനാണ് എന്ന് ഇന്ന് പ്രഭാതത്തിൽ വിശ്വസിക്കുന്നവർ മാത്രം സ്തോത്രം ചെയ്തോളൂ. എങ്കിലും കേട്ടോ, അപ്പം അത് വളരെ ശ്രദ്ധയാണ്. പത്രോസ് പറഞ്ഞ ഒരു പ്രസ്താവന അങ്ങനെയാണ്. തലേരാത്രിയിൽ ശൂന്യമാക്കപ്പെട്ടു, വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് വെറും കൈയോടെ, നിരാശയകത്തുണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ എങ്കിലും കർത്താവേ, അങ്ങയുടെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് പറഞ്ഞ ആ പ്രസ്താവനയ്ക്ക് മുമ്പിൽ താൻ വലയിറക്കിയപ്പോൾ ഒരു സമൃദ്ധി വന്നില്ലേ വലയ്ക്കകത്ത്? ശൂന്യത മാറിയില്ലേ? എങ്കിലും അതുകൊണ്ടാണ് മറ്റിടത്ത് എഴുതിയിരിക്കുന്നത്, അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഗോശാലകൾ, കന്നുകാലികൾ, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. എൻ്റെ കാലുകളെ പേടമാൻ പോലെയാക്കി
ഗിരികളിലേക്ക് എന്നെ കയറ്റുന്ന ദൈവമുണ്ട് ഇതിൻ്റെ എല്ലാം നടുവിൽ. എങ്കിലും ഞങ്ങളെ സമൃദ്ധിയിലേക്ക്, ശക്തിയിലേക്ക്, കരുത്തിലേക്ക് ഓടാനുള്ള ബലം നൽകുന്ന ഒരു ദൈവമുണ്ടെന്നാണ് പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ എങ്കിലും ആവർത്തിച്ച് പറ. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. എങ്കിലും ദൈവം ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരും. എങ്കിലും അവിടുത്തെ വാക്കിന് ഞാൻ മൂവ് ചെയ്യാൻ പോയ സാഹചര്യങ്ങളെതിരാണ്. ഇന്നലെ പരാജയപ്പെട്ട ഇടത്താണ് ദൈവത്തിൻ്റെ വാക്ക് പറയുന്നത്, നീ മൂവ് ചെയ്യണം, നീ അത് ചെയ്യണം. എങ്കിലും ആ വാക്കനുസരിക്കാൻ തയ്യാറായാൽ മറ്റുള്ളവർക്ക് വിസ്മയം ഉണ്ടാകത്തക്ക രീതിയിലുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവം അയച്ചതുപോലെ ഈ പ്രഭാതത്തിൽ വിളിച്ചു പറഞ്ഞ കുരുങ്ങിപ്പോയ, തകർന്നുപോയ, ക്ഷീണിച്ചുപോയ അവസ്ഥകളിൽ നിന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്ന് പ്രഭാതത്തിൽ വരിക. സർവശക്തനായ ദൈവമേ, ഉന്നതനായ ദൈവമേ, ഉയർന്നിരിക്കുന്ന ദൈവമേ, ശാശ്വതവാസിയായ ദൈവമേ, അങ്ങയുടെ പ്രവൃത്തിക്കായി സ്തോത്രം, അങ്ങയുടെ മഹത്വത്തിനായി സ്തോത്രം. തീയിലും വെള്ളത്തിലൂടെ കടക്കേണ്ടി വന്നു എങ്കിലും ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്ന, ഞങ്ങളെ ശക്തിയിലേക്ക് കൊണ്ടുവന്ന, ഞങ്ങൾക്ക് ബലം കൽപ്പിക്കുന്ന ദൈവത്തിന് സ്തോത്രം. ഞങ്ങളെ ആത്മാവിൽ പണിയുന്ന ദൈവത്തിന് സ്തോത്രം. ദൈവകൃപയിൽ ഞങ്ങളെ കാക്കുന്നതിന് സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൻ്റെ ആമേൻ ആമേൻ. പ്രിയരെ, ധൈര്യത്തോടെ പറ, എങ്കിലും അവിടുന്ന് ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു. എങ്കിലും കർത്താവിൻ്റെ വാക്കിന് ഞങ്ങൾ മൂവ് ചെയ്യാൻ പോകുക. എങ്കിലും ഞങ്ങളെ യഹോവയിൽ ആനന്ദിക്കും. ഈ വചനങ്ങളെ കർത്താവ് സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു.